ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ വിതുമ്പുന്ന ശബ്ദത്തോടെ വിറയ്ക്കുന്ന ശരീരത്തോടെ രാംലല്ലയുടെ ദിവ്യ ചൈതന്യത്തിന് സാക്ഷിയാകാൻ നിന്ന ഒരു പ്രധാനമന്ത്രിയെ രാജ്യം കണ്ടതാണ്. ഭക്തിയുടെയും വികാരത്തിന്റെയും പല കോടിയിൽ ക്യാമറകൾക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന ആ പ്രധാനമന്ത്രി പക്ഷേ ഇപ്പോൾ അയാൾ എവിടെയാണ്? ഒളിച്ചിരിക്കുകയാണോ? ഭക്തലക്ഷങ്ങൾ തങ്ങളുടെ ചോരയും വിയർപ്പും മാറ്റിവെച്ച് സമർപ്പിച്ച പണവും സ്വർണവും വജ്രവും ഒക്കെ അയോധ്യയിലെ തിരുമുറ്റത്തു നിന്നും ഒരു കള്ളസംഘം ആസൂത്രിതമായിട്ട് കൊള്ളയടിച്ചപ്പോൾ രാജ്യം നടുങ്ങിയ ആ മഹാകൊള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ നരേന്ദ്രമോദിക്ക് നാവിറങ്ങിപ്പോയത്? ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ കമ്മീഷനെ അടിയെക്കുറിച്ച്, അയോധ്യയിലെ ഭൂമി കുംഭകോണങ്ങളെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ അദ്ദേഹം വിദേശത്തേക്ക് വിമാനം കയറുമ്പോൾ തകരുന്നത് കോടിക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചകമാണ്. ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ നരേന്ദ്രമോദി എന്ന പേരിന് രാമജന്മഭൂമി സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും സ്ഥാനമുണ്ടോ? ഇല്ല. 90കളിൽ LK അദ്വാനി നടത്തിയ രഥയാത്ര ഗുജറാത്തിലെത്തിയപ്പോൾ അതിന് വഴിയൊരുക്കുവാനും സൗകര്യങ്ങൾ ചെയ്യുവാനും നിയോഗിക്കപ്പെട്ട വെറുമൊരു സംഘാടകൻ മാത്രമായിരുന്നു ഈ മോദി. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാഭാരതിയും ഒക്കെ സമരത്തിന് മുന്നിൽ നിന്നും കേസിൽ പ്രതികളായപ്പോൾ ഈ പറയുന്ന മോദി സുരക്ഷിതമായിട്ട് പിന്നണിയിലായിരുന്നു. എന്നാൽ 2019 സുപ്രീം കോടതി വിധി വന്നതോടെ കളി ആകെ മാറി. ഇതെല്ലാം മോദിയുടെ വ്യക്തിപരമായ നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിതമായ PR വർക്കുകൾ നടന്നു. മോദി വിഷ്ണുവിന്റെ അവതാരമാണെന്ന് വരെ പുകഴ്ത്താൻ ചിലർക്ക് മടിയുണ്ടായില്ല. 2020 പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് രൂപീകരണവും പിന്നീട് നടന്ന ഭൂമി പൂജയും പ്രാണപ്രതിഷ്ഠയും ഒക്കെ നമ്മൾ കണ്ടതാണ്. സമരത്തിന്റെ മുന്നണി പോരാളികളായ അദ്വാനിയെയും ജോഷിയെയും പ്രായത്തിന്റെ പേരിൽ പറഞ്ഞ് ചടങ്ങിൽ നിന്നും അകറ്റി. ഇതൊരു വൺ മാൻ ഷോ ആക്കി മാറ്റാൻ നേതൃത്വം നൽകിയ ചമ്പത്ത് റായാണിപ്പോൾ ഇന്ന് മഹാകൊള്ളയുടെ പേരിൽ ജനങ്ങൾക്ക് മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്നോർക്കണം. BJPക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ എപ്പോഴും രക്ഷപ്പെടാൻ എളുപ്പമാണ്. എന്ത് വീഴ്ചയുണ്ടായാലും കുറ്റം ചാർത്താൻ അവർക്ക് പ്രതിപക്ഷമുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാകിസ്ഥാനുണ്ട്, അല്ലെങ്കിൽ അർബൻ നക്സലുകളുണ്ട്. എന്നാൽ സ്വന്തം ട്രസ്റ്റിന്റെ മൂക്കിന് താഴെ നടന്ന ഈ പകൽ കൊള്ളയ്ക്ക് നിങ്ങൾ ആരെയാണ് പ്രതിയാക്കുക? തങ്ങൾ മാത്രമാണ് ഹിന്ദുക്കളുടെ കാവൽക്കാരാണെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവരുടെ തനിനിറം ഇതോടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ പേരിൽ വോട്ട് വാങ്ങി അതേ വിശ്വാസികളുടെ പണം കൊള്ളയടിച്ച ഈ സംഭവത്തിൽ ഭരണകൂടം മറുപടി നൽകിയേ തീരൂ.